ശ്രീ ഷാബു പ്രസാദ്, ഈ കോടതി വിധിയുടെ ആദ്യത്തെ ഭാഗം ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു വരുന്ന ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ദീസ് ഫസ്റ്റ് അപ്പീൽസ് center around a dispute between two religious communities, both of whom claim ownership over a piece of land at measuring 1500 square yards in the town of Ayodhya. The disputed property is of immense significance to Hindus and Muslims. The Hindu community claims it as the birthplace of Lord Ram, an incarnation of Lord Vishnu. The Muslim community claims it as the site of the historic Babari Masjid built by the first Mughal emperor. ഇങ്ങനെയാണ് പോകുന്നത് ആ കോടതി വിധിയുടെ തുടക്കം. ബാബറി മസ്ജിദിനെ ബാബറി മസ്ജിദ് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ 3 താഴികക്കുടമുള്ള നിർമ്മിതി എന്ന നിലയ്ക്കല്ല. അപ്പോൾ NCERTയുടെ ഈ പാഠപുസ്തകം ഈ സുപ്രീം കോടതി ഉത്തരവിനെ മഹത്വം ഘോഷിക്കുമ്പോഴും ഈ പറയുന്ന കോടതിയുടെ സമീപനത്തിന്റെ സത്ത ഉൾക്കൊള്ളാത്തത് എന്തുകൊണ്ട്? കേൾക്കാൻ വയ്യ, ഒന്നുകൂടെ പറയാമോ? ഹലോ ഹലോ പറഞ്ഞോളൂ. ഹലോ ഹലോ ആ താങ്കൾ ഇപ്പൊ ഇംഗ്ലീഷ് വായിച്ചതിന്റെ മലയാള ട്രാൻസ്ലേഷൻ എന്താ വേണു? അല്ല, എന്തായാലും ബാബറി മസ്ജിദ് എന്ന വാക്കുണ്ടോ ഇല്ലേ, അതിന് മാത്രം മറുപടി ആദ്യം. എന്തായാലും എന്ന് പറയാനല്ല. അല്ലല്ല നിക്ക് എന്തായാലും എന്ന് പറഞ്ഞാൽ പോരല്ലോ. അല്ലല്ല, നിങ്ങളുടെ ഭാഗത്ത് അല്ലല്ല, ഒരു ഭാഗത്തിന്റെ വിശ്വാസം അത് രാമന്റെ ജന്മഭൂമിയാണ് എന്ന് പറയുന്നത് പോലെ മറുഭാഗത്തിന്റെ വിശ്വാസം ബാബറി മസ്ജിദ് ആണ് എന്ന് പറയുന്നുണ്ട്. ബാബറി മസ്ജിദ് എന്ന വാക്കുണ്ടോ ഇല്ലയോ ഉത്തരവിൽ? അതെ അതെ. പിന്നെന്താ ഇത്ര മടി NCERTയിലേക്ക് വരുമ്പോ? വാക്കുണ്ടോ ഇല്ലെന്നല്ല, ആ വാക്ക് എങ്ങനെ വന്നു, ഏത് രീതി? അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ വിശ്വാസം ശ്രീരാമനോട് ജനിച്ചു എന്ന രൂപത്തിലാണ് കോടതി പറയുന്നത്. ആ വ്യാഖ്യാനത്തോട് എന്താണ് അപ്പോൾ ഒരു വിമുഖത? വേണു, ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുകയാണെങ്കിൽ വേണു തന്നെ സംസാരിച്ചോളൂ. നിങ്ങൾ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളുമായിട്ട് സംസാരിച്ചോളൂ. ഞാൻ ഇവിടെ മിണ്ടാതിരുന്ന് കേൾക്കാം. ശരി, അങ്ങ് പറഞ്ഞോളൂ. അതാ നല്ലത്. ഞാൻ മിണ്ടുന്നില്ല, നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. ഞാൻ സംസാരിക്കുന്നില്ല. അല്ല, ഇങ്ങനെ ആദ്യം തന്നെ അസഹിഷ്ണുത വേണ്ട. എല്ലാ രംഗത്തും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ രംഗത്ത് മാത്രമായിട്ട് മാറി നിൽക്കണ്ട, പറഞ്ഞോളൂ. അല്ല, നിങ്ങൾ കാണിക്കുന്ന അസഹിഷ്ണുത സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാനതങ്ങ് സഹിക്കുകയാണെന്നേ. നിങ്ങൾ പറഞ്ഞോളൂ. ശരി, അങ്ങ് തുടർന്നോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. പിന്നെന്തിനാണ് നിങ്ങളുടെ ഈ ടീമിനെ ഇവിടുന്ന് കഷ്ടപ്പെടുത്തി വണ്ടിയും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? എന്തിനാ? ഷാബു പ്രസാദെ, മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ട. നിങ്ങളെ പോലെയല്ല ബാക്കിയുള്ളവരെല്ലാം. നിങ്ങൾ സംസാരിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ സംസാരിക്കൂ. നിങ്ങൾ സംസാരിച്ച് ഇടപെടുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് തൊണ്ടയെടുക്കാൻ വയ്യ, അതുകൊണ്ടാണ്. ഇനി പറയേ, അതായത് ഒരു തർക്കമാണല്ലോ കോടതിയിലെത്തിയത്, അല്ലേ? ഒരു തർക്കം കോടതിയിലെത്തി. ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു അത് രാമൻ്റെ ജന്മസ്ഥലമാണ് എന്ന്, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അത് ബാബറി മസ്ജിദാണ് എന്ന്. ഇതാണ് തർക്കം. ആ തർക്കത്തിനാണ് 2019 നവംബറിൽ കോടതി തീർപ്പാക്കിയത്. ബഹുമാനപ്പെട്ട ഫസൽ ഗഫൂർ സാർ ഇവിടെ പറയുന്നത് കേട്ടു. അതിൻ്റെ അകത്ത് വെറും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന്. സാർ ആ കോടതി വിധി മുഴുവൻ നോക്കിക്കോളൂ. അതിൻ്റെ അകത്ത് കൃത്യമായ ആർക്കിയോളജിക്കൽ എവിഡൻസസ്, ചരിത്രപരമായ എവിഡൻസസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് കോടതി ആ തീരുമാനത്തിലെത്തിയത്. വളരെ അത് മലയാളിയായ KK മുഹമ്മദ് സാറ് നടത്തിയ എക്സ്കവേഷൻസും അദ്ദേഹം ആ ടീമിലുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകളും മുഴുവനും അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ എത്തിയ ഇനി എന്തുമായിക്കോട്ടെ, ആ ഇഷ്യൂ അവിടെ അവസാനിച്ചതാണത്. ആ ഇഷ്യൂ അവിടെ എന്നേക്കുമായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം അതുപോലെ പിന്നെ എന്തുകൊണ്ട് ഒരു സെക്കൻഡ് അങ്ങ് സഹകരിക്കുമെന്ന് കരുതുന്നു. അങ്ങ് ആദ്യം ഒരു ഭാഗം പറഞ്ഞല്ലോ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അങ്ങ് മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ കോടതി ഉത്തരവിൽ ഒരു ഭാഗത്ത് പറയുന്നത് ഈ പറയുന്ന ശ്രീരാമൻ ജനിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുക, സുന്നി വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിൽ മറ്റൊരു സ്ഥലം കൊടുത്ത് എന്ത് നിർമ്മിക്കാനാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്? അവിടെ മസ്ജിദ് നിർമ്മിക്കാനുള്ള സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കണമെന്നല്ലേ പറഞ്ഞു? ആണല്ലോ. അപ്പൊ പിന്നെ ഈ തർക്കസ്ഥലത്ത് എന്തുണ്ടായിരുന്നു? അതല്ലെങ്കിൽ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിഞ്ഞോളൂ എന്നല്ലേ വഖഫ് ബോർഡിനോട് പറയേണ്ടിയിരുന്നത്? ഏത്?
അത് നിങ്ങൾ സുപ്രീം കോടതിയോട് സംസാരിക്കുക വേണോ? അത് അപ്പൊ തീർന്നോ? നിങ്ങൾ അപ്പൊ തീർന്നല്ലോ. അപ്പൊ തീർന്നല്ലോ. ഒരു സെക്കൻഡ് ഞാൻ അങ്ങേലേക്ക് വരാം. അല്ല, ഒരു സെക്കൻഡ് അങ്ങേലേക്ക് വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ ഷാബു പ്രസാദ് ആദ്യം ഏറ്റവും ശക്തമായി പറഞ്ഞത് ഞാനില്ല വേണു. അല്ല, ഇത്രയും അസഹിഷ്ണുത പൂർത്തിയാക്കൂ. ചോദ്യം പരുഷമായ ചോദ്യങ്ങളായിരിക്കും. അതിൽ അസഹിഷ്ണുതയോടെ അല്ല, അതിൽ അത്രയും പരുഷമായ മറുപടി പറഞ്ഞോളൂ. പരുഷമായി തന്നെ മറുപടി പറഞ്ഞോളൂ. നിങ്ങൾ കാണിക്കുന്ന മര്യാദകേടിന് എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. ഇത് അത് തന്നെയാണ് പറഞ്ഞത്. സാർ പറയുന്നത് അതായത് അത് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങളൊന്നും ഉണ്ടായിരിക്കും. അതായത് ഈ പ്രശ്നം സുപ്രീം കോടതി ഭാരതത്തിൻ്റെ നീതിന്യായ പീഠം എന്നേക്കുമായി തീർപ്പാക്കി കഴിഞ്ഞു. ആ തീർപ്പാക്കിയ വിഷയത്തിൽ ഇനിയും വിവാദങ്ങൾ കുത്തിപ്പൊക്കുക, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കമ്മ്യൂണൽ എലമെൻ്റ് കണ്ടെത്തി വീണ്ടും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളതിനപ്പുറം ഈ വിവാദത്തിൻ്റെ അകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ മറ്റൊന്ന്, ഇത് വിവാദം അതിപ്പോൾ കഴിഞ്ഞ 100 വർഷത്തിലേറെയായി ഒരൊറ്റ മുസ്ലിം പോലും തിരിഞ്ഞു നോക്കാതെ കടന്നിരുന്ന ആ മന്ദിരം വിവാദ മന്ദിരമാണ്. അതിൻ്റെ അകത്ത് 3 മിനാരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് വിവാദ മന്ദിരം മാത്രമാണ്. അവിടെ നിസ്കാരം നടന്നിട്ടില്ല, ആരാധന നടന്നിട്ടില്ല എത്രയോ പതിറ്റാണ്ടുകളായിട്ട്. അത് മാത്രമല്ല, അവിടെ വിഗ്രഹാരാധന നടന്നിട്ടുമുണ്ട്. ആ പ്രശ്നം കോടതിയിലായിരുന്നു. കോടതി ആ പ്രശ്നം എന്നേക്കുമായി തീർപ്പാക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. അങ്ങ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ മറ്റതിഥികളിലേക്ക് പോവുകയാണ്. ശരി സാർ. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ ഇത്തരം വാദക്കാർ പറഞ്ഞ ഏറ്റവും ശക്തമായ അഭിപ്രായ പ്രകടനം എന്തായിരുന്നു? അങ്ങ് കേട്ടല്ലോ, ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഷാബു പ്രസാദ് പറഞ്ഞത്. അതൊന്ന് മലയാളത്തിൽ പറയാമോ? അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് എന്തിനാണ്? അത് തർക്കസ്ഥലമാണ്, അല്ലെങ്കിൽ ഇന്ന കൂട്ടർ ഇന്നത് എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് എന്നെ കൊണ്ട് പറയിക്കാനായിരുന്നു. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ലളിതമായൊരു ചോദ്യം, സുന്നി വഖഫ് ബോർഡിന് സ്ഥലം കൊടുത്ത് അവിടെ എന്ത് നിർമ്മിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്? അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ പറയുന്ന ഈ ബാബറി മസ്ജിദ് നിലനിന്നു എന്നത് ഏത് രൂപത്തിലാണ് എന്നതേ പറ്റിയുള്ള ഒരു മനസ്സിലാക്കൽ സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നു എന്നാണല്ലോ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനം അവിടെ തുടങ്ങാനായിരിക്കണമല്ലോ സ്വാഭാവികമായും നിർദ്ദേശിക്കുക.